ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഡെർമ റൂളറാണ് പരിചയപ്പെടുത്തുന്നത്. ഞാനിത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ചെയ്യുന്നവരും ഉണ്ടാവും. ബട്ട് എന്നാൽ പോലും ഞാൻ ഒന്നും കൂടി ഇത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തിനു വേണ്ടി ഉപയോഗിക്കണം, ഏത് പ്രായത്തിൽ ഉപയോഗിക്കണം, എന്ത് പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണം എന്താണ്, ഇത് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ സ്കിന്നിന് എന്താണ് പ്രശ്നം വരുന്നത്, ഇതെല്ലാം തന്നെ നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് വൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്കൊരു ആൻറ്റി ഏജിങ്ങിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റോളറാണ്. ബിക്കോസ് നമ്മൾക്ക് ആൻറ്റി ഏജിങ്ങിൽ നമുക്ക് കൊളോജൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കൊളോജൻ ബൂസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇലാസ്റ്റികത നമുക്ക് കറക്റ്റ് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ റിങ്കിൾസ് കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡെർമ റോളർ. പക്ഷേ അതിന് മാത്രമല്ല, നമ്മൾ ഹെയർ ഗ്രോത്തിന് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആഗ്നെ സ്കാറ്, ആഗ്നെ വന്ന മാർക്സ്, അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും സ്കാറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനൊക്കെ നമുക്ക് ശരിക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ പലവരും ഇത് പ്രോപ്പറായിട്ടല്ല ഉപയോഗിക്കുന്നത്. കാരണം ഈ ഒരു ടൂള് നമ്മൾ മേടിക്കുന്ന സമയത്ത്, ഈ റോളർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 0.2 mm മുതൽ 0.5 mm വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു 0.5 mm ആണ്. ഇതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഓൺലി പേഴ്സണൽ യൂസിനാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഇത് ഭയങ്കര ഹൈജീനായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയറിനോ എടുക്കുന്നത് തന്നെ ഫേസിലേക്ക് കൊടുക്കാനോ, ഫേസിലെടുക്കുന്നത് ഹെയറിലേക്ക് കൊടുക്കാനോ, ഇതൊക്കെ ആദ്യം തന്നെ പറഞ്ഞു തരുവാണ്, കൊടുക്കാനോ പാടില്ല. രണ്ടും രണ്ട് രീതിയിൽ വയ്ക്കുക. എപ്പോഴും നമ്മൾ സാനിറ്റൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അത്രയും നമ്മൾ സ്കിന്നിലേക്കൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് അത്രയും നീറ്റായിട്ടും ക്ലീനായിട്ടും ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. പിന്നെ ഹെയറിലേക്കാണെങ്കിലും സ്കിന്നിലേക്കാണെങ്കിലും ഇതെങ്ങനെ ഉപയോഗിക്കാം, ഇതെങ്ങനെയാണ് ഇത് നമ്മൾ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ച്വലി നമുക്കിത് സ്കിന്നിലേക്ക് നമ്മളൊരു വോണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യണം. നമുക്കൊരു എന്താ പറയുക, ഒരു മുറിവുണ്ടാക്കില്ലേ, ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളൊരു വോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട്, അത് നാച്ചുറലായിട്ട് തന്നെ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതിന് പ്രതികരിക്കാനാണ് നമ്മൾ സ്കിന്നിൽ, നമ്മുടെ ശരീരത്തിന് കൊളോജൻ ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളും കൊളോജൻ എല്ലാം തന്നെ വരും. അപ്പോൾ അതിൽ നിന്നാണ് പതുക്കെ പതുക്കെ നമുക്കത് ഹീലായി വരുന്നത്. അപ്പോൾ നമുക്കൊരു ആഗ്നെ സ്കാറോ, നമുക്ക് പിമ്പിൾസ് വന്ന എന്തെങ്കിലും മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒന്ന് നമ്മൾ വീണ്ടും നമ്മൾ അതിനെ ഒന്നുകൂടെ പ്രശ്നമാക്കിക്കൊണ്ട് അത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് വരുന്നത്. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിലുള്ളവർ നമുക്കിതൊരു ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ കൊളോജൻ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. നമുക്ക് നന്നായിട്ട് ഒരു ഇലാസ്റ്റികത നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ ആ ഒരു എപ്പോഴും ഒരു ഒത്തിരി ഏജ് തോന്നിക്കാത്ത രീതിയിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം. എനിക്ക് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം ഒരു വീഡിയോസ് എന്ന് വെച്ചാൽ മുഴുവൻ ഇരുന്ന് കാണുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നും കാണും, എന്നിട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്നിട്ട് സ്കിന്നിന് ആ പ്രശ്നം ഉണ്ടായി, ഈ പ്രശ്നം ഉണ്ടായി എന്ന് പറയും. അപ്പോൾ എപ്പോഴും എന്ത് കാര്യത്തിലേക്കാണെങ്കിലും നമ്മൾ പ്രോപ്പർ നോളേജ് എടുക്കുക, കറക്റ്റ് മനസ്സിലാക്കുക, എന്നതിന് ശേഷം മാത്രം ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഈ റോളർ എന്ന് പറയുമ്പോൾ ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഇതാ ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഇരിക്കണം എന്നറിയില്ല, ചെറിയ ചെറിയ സൂചികൾ വെച്ച് എങ്ങനെയുണ്ടാവും, അതുപോലെ ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇത് ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയായിരിക്കണം പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് ഒരു സ്കാറെങ്കിൽ എപ്പോഴും ഇങ്ങനെ താഴേന്ന് മേളിലേക്കല്ലാതെ നമ്മൾ ഇങ്ങനെയായിരിക്കണം, ഈ ഒരു രീതിയിൽ. ഒരു ഏരിയയിൽ നമ്മൾ 3 to 5 times എങ്കിലും ചെയ്യാൻ ജസ്റ്റ് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒത്തിരി അതുപോലെ ഓവർ പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഒരിക്കലൊന്നും പാടില്ല, സ്കിൻ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഓരോ ഏരിയയിലും ഒരു 5 to 7 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ, അതായത് ബാക്ക് ആൻഡ് ഫോർത്തായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ താഴ്ന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ, ഒരു സർക്കുലർ രീതിയിൽ ഇങ്ങനെ ചെയ്ത് വരിക കേട്ടോ. കറക്റ്റ് ഇങ്ങനെ കൊടുക്കുക ആ ഒരു ഏരിയയിൽ. അതുപോലെ തന്നെ ഇതുപോലെ കൊടുക്കുക.
ദെൻ ഇങ്ങനെ കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു സ്കിന്നിന് ഒരുപാട് പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ആൻറ്റി ഏജിങ് ലുക്ക് പ്രശ്നമുള്ളവർക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട്. പക്ഷേ കറക്റ്റായിട്ട് ചെയ്യണം. ഓരോ ഏരിയയും നമുക്കിതുപോലെ തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യാം. നമുക്ക് ഏത് ഏരിയയിലാണോ ചെയ്യേണ്ടത്, നമുക്ക് സ്കാറൊക്കെ ഉള്ളവിടെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ ഒരു 7 ടൈംസ്, അതുപോലെ ഓപ്പോസിറ്റ് 7 ടൈം ഇതുപോലെ ഇങ്ങനെ അതുപോലെ താഴെ നിന്നിങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം. അതല്ല നോർമലി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ ഫുള്ളും ഇതുപോലെ തന്നെ എല്ലാ ഏരിയയും ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓവർ പ്രഷർ കൊടുക്കരുത്. ഈ ഒരു ഇതിൽ ചെയ്യുക. അതേ സമയത്ത് നമ്മൾ ഹെയറിലേക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഹെയർ നമ്മളുടെ സ്കാൽപ്പ് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ബാക്ക് ആൻഡ് ഫോർത്തായിട്ട് ചെയ്യുക കേട്ടോ, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കാൽപ്പിൽ നമ്മളൊരു ഇത് നമ്മളുടെ റൂട്ടിന് ഒരു അവിടെ നമ്മൾ അതാ പറഞ്ഞ ഒരു മുറിവുണ്ടാക്കുക എന്നുള്ളതാണ് ചെറിയ രീതിയിൽ. എന്നിട്ട് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കൊളോജൻ ബൂസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹെൽത്ത് നമ്മുടെ ഹെയറിന് വേണ്ടത് എന്താ, പ്രോട്ടീനും കൊളോജനും ഒക്കെയാണ്. സോ അതിലൂടെ നമുക്ക് ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തു വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓയിലും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഹെയർ ഇല്ല എന്ന് തോന്നിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ചിലവർക്ക് ഈ ക്രൗൺ ഏരിയ ഭയങ്കര ഇതായിട്ട് കാണുമല്ലോ, അവിടെയൊക്കെ നമുക്കിതുപോലെ ചെയ്തു വരികയാണെങ്കിൽ നല്ലതായിരിക്കും. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. ഓക്കെ, നല്ലതാണെന്ന് പറഞ്ഞാൽ ഡെയിലി എടുത്ത് ഉരയ്ക്കരുത് കേട്ടോ, അത് ഒട്ടും ഓക്കെ അല്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം ചെയ്യുക, ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ക്ലെൻസ് ചെയ്തതിന് ശേഷം ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചർ ചെയ്യണം നിർബന്ധമായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അലോവേറ എങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം, അല്ലാതെ ചുമ്മാ വെറുതെ ചെയ്തിട്ട് അങ്ങനെ വിടരുത്. ഓക്കെ, ഓവർ പ്രഷർ കൊടുക്കരുത് കേട്ടോ, ഞാൻ വീണ്ടും വീണ്ടും പറയണം, ഓവർ പ്രഷർ കൊടുക്കരുത്. ഇങ്ങനെ ചെയ്ത് ഭയങ്കര പൊട്ടിച്ചാലേ അത് ശരിയാവുള്ളൂ എന്ന് വിചാരിച്ച് നമ്മളൊരു നോർമൽ പ്രഷറിൽ ചെയ്താൽ മതി. ഒത്തിരി പ്രഷർ കൊടുത്ത് നമ്മൾ അവിടെ ഒരു മുറിവുണ്ടാക്കണം എന്നൊന്നും വിചാരിച്ച് അങ്ങനെ നമ്മൾ അതാ പറഞ്ഞു, ഞാൻ എല്ലാ കാര്യത്തിലും എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, വെളുക്കാൻ തേച്ചത് പാണ്ടാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ ഇതൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ചെയ്താലും നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാത്ത ഒരാൾക്ക് എത്ര തന്നെ നമ്മൾ സ്കിന്നിനെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടും ഞാൻ അത് ഉറപ്പിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്താലും റിസൾട്ട് വരത്തില്ല, ഗ്യാരൻറ്റിയാണ്. ഞാൻ പറയുന്ന ഈ വാക്ക് കേട്ടിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം അത്ര ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം, സ്കിൻ കെയർ എന്ന് പറയണത് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാത്ത ഒരാൾ എന്ത് വീഡിയോസ് കണ്ട് എന്ത് ചെയ്താലും നിങ്ങൾക്കൊരു രീതിയിലുള്ള റിസൾട്ടും ഉണ്ടാവില്ല. സ്കിൻ കെയർ മസ്റ്റാണ്. സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചെയ്യാത്തവരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്കിൻ കെയർ എന്താണെന്നോ എങ്ങനെ ചെയ്യണമെന്നോ സ്കിന്നിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 മാസത്തെ ഒരു ഗൈഡൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഞാൻ നിങ്ങളുടെ സ്കിൻ മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുതരും. ഇപ്പം നിങ്ങളുടെ സ്കിന്നിൽ എന്തെല്ലാം പ്രശ്നമുണ്ടോ 3 മാസം കൊണ്ട് നമുക്കൊരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും. അത് ഞാൻ ഉറപ്പ് തരാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഗൈഡൻസിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നമ്മളിതൊരു ലൈഫ് ടൈമിലേക്കുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ കെമിക്കലോ ഇട്ട് നമ്മൾ ഫേസ് തേച്ച് മാച്ച് കളയുന്ന ഒരു സംഭവമല്ല. അതിലൂടെ നമ്മളുടെ പിഗ്മെൻറ്റേഷൻ ഒരുപാട് പേര് പിഗ്മെൻറ്റേഷനൊക്കെ ഒത്തിരി ഉണ്ട്, പ്രശ്നമാണ്, മാറാത്തവർ, അതുപോലെ തന്നെ ടാൻ ഉള്ളവർ, അൺഈവണാണ്, ഡ്രൈ ആണ്, റിങ്കിൾസ് നേരത്തെ വന്നു, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളവർ എന്ത് ട്രീറ്റ്മെൻറ്റിന് പോയിട്ടും കാര്യമില്ല, സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്താൽ വിത്തിൻ 3 മന്ത്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. പിന്നെ എനിക്ക് ഫീസ് ഉണ്ട് കേട്ടോ, 5000 ഉണ്ട്. അത് നോക്കിയാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം എനിക്ക് എൻ്റെ ഒരു ടൈമും ഇതൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സ്കിൻ കെയറിൻ്റെ ഡീറ്റെയിൽ. ബാക്കിയെല്ലാം നിങ്ങൾ മെസ്സേജ് ചെയ്ത് അറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് തന്നെ സ്കിൻ കെയർ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അറിയുന്ന ആരടുത്താണെങ്കിലും നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോയി സ്കിൻ കെയർ, അറിയാത്തവരാണെങ്കിൽ ഗൈഡൻസ് എടുക്കാം, നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതും കൂടി ഞാൻ പറയുവാണ്.
അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഡെർമാ റോളർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ റീൽസിലും ഒക്കെ ഒരുപാട് കാണുന്നുണ്ടാവും. കണ്ടിട്ട് പോയിട്ട് വാങ്ങിച്ച് ഫേസിൽ കൊണ്ട് ഉരയ്ക്കരുത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്ന്, പിമ്പിൾസ് ഉള്ളവർ, ഇവരൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. സ്കിന്നിന് വേറെ എന്തെങ്കിലും ഡിസീസ് ഉള്ളവർ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, അലർജിക് ഇഷ്യൂസ് ഉള്ളവർ, ഇവരെല്ലാം തന്നെ ഇത് സ്കിപ്പ് ചെയ്തേക്കുക. മനസ്സിലായോ? പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് അന്നത്തെ ദിവസം നിങ്ങൾ റെറ്റിനോളോ അങ്ങനെയുള്ള ഒന്നും, വൈറ്റമിൻ സി സിറം, റെറ്റിനോൾ, ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഇതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അതും കൂടി ശ്രദ്ധിക്കുക. ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഓക്കെ. അപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം, 2 പ്രാവശ്യം ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഗുണം ചെയ്യട്ടെ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.